നമസ്കാരം. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന രീതിയിലുള്ള ആക്രമണം ഇപ്പോഴിതാ കായംകുളത്തും നടന്നിരിക്കുകയാണ്. കായംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെതിരെയാണ് ലഹരിക്ക് അടിമയായ ഒരാൾ ആക്രമണം അഴിച്ചുവിട്ടത്. പോലീസുകാരനായ ദിനേശ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ലഹരിക്കടിമയായ ഒരാൾ റോഡിന്റെ നടുഭാഗത്ത് ഇറങ്ങി നിന്നു. ഇതോടെ ഇറങ്ങി നിന്നയാൾക്കും വാഹനം ഓടിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഇതിൽ നിന്ന് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഈ ലഹരിക്ക് അടിമയായ യുവാക്കൾ അതിന് സമ്മതിക്കാതെ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് തന്നെ എത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് ജീപ്പ് ഉൾപ്പെടെ തടഞ്ഞു നിർത്തി ലഹരി സംഘം അവിടെ അഴിഞ്ഞാടി. ഒടുവിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ തനിച്ച് ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ചുള്ള പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടില്ല, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായതോടെ ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ലഹരി സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവർ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നും മറ്റോ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. എന്നാൽ ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആദ്യം വീട്ടിലെത്തിക്കുക എന്നുള്ള കർത്തവ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തതിനു ശേഷം, പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിലെത്തിച്ചതിനു സുരക്ഷിതമായി തന്നെ വീട്ടിലെത്തിച്ചതിനു ശേഷം പ്രതികൾക്കായി ഇവർ അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിനൊടുവിൽ ആറാട്ടുപുഴ പെരുമ്പള്ളി കൊച്ചുമണ്ണേൽ വീട്ടിൽ രാഹുൽ, കീരിക്കാട് തെക്ക് വൈക്കത്ത് വീട്ടിൽ ഫൈസൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ എത്തിച്ച പ്രതികൾ സ്റ്റേഷനിൽ വെച്ചും പ്രശ്നമുണ്ടാക്കി. പ്രതിയായ രാഹുൽ ദീപക് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ലഹരി കഴിച്ച് തലയ്ക്ക് ഒരൽപ്പം പോലും വെളിവില്ലാത്ത അവസ്ഥയിലായിരുന്നു പ്രതികൾ. എന്തായാലും സ്റ്റേഷനിൽ വെച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കായംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജോലി നോക്കി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണങ്ങളിൽ നീതിന്യായ പീഠത്തിൽ നിന്ന് പോലും നീതി ലഭിക്കാത്തത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ മാനസികമായ അതൃപ്തിക്കും അസന്തുഷ്ടിക്കും ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം കോട്ടയം ഏറ്റുമാനൂരിൽ പെട്ടിക്കടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പ്രതിയുമായി സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതി ജിബിനെ തെളിവെടുപ്പിനെത്തിച്ചത്. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഏറ്റുമാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതി ജിബിന് യാതൊരു തരത്തിലുമുള്ള ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. നിലവിൽ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. പ്രതിയുടെ ചവിട്ടിൽ നെഞ്ചിനകത്തേറ്റ ഗുരുതര പരിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12ഓടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ പെട്ടിക്കടയിലാണ് സംഘർഷം ഉണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞു. ഇടയ്ക്ക് നിലത്ത് വീണ പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ പ്രതി പല തവണ ചവിട്ടി. തൊട്ടു പിന്നാലെ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി. ഇയാളെ പിടികൂടി മടങ്ങി എത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ ജോർജ്. കൊലക്കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നന്ദി.